നമസ്കാരം. വീട്ടമ്മാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൂടെ നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടൊരു നെയ്പായസമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന കൂട്ടുപായസം ഇല്ലേ, അത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 250 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊന്നും വേണ്ട, എന്നാലും ഞാൻ കുറച്ച് കൂടുതൽ എടുത്തേക്കുവാണ്. കാരണം മധുരം വേണ്ടി വന്നാൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ അലിയിച്ച് ശർക്കര പാനിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കി വയ്ക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇത് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് അരിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇത് നുറുക്ക് ഗോതമ്പാണ്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നുറുക്ക് ഗോതമ്പ് തന്നെയാണ്. വലിയ തരിയായിരുന്നു കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 1 മണിക്കൂറോളം കുതിർത്ത് വെച്ചിരുന്നു. കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിരുന്നതാണ്. എന്നിട്ട് ഊറ്റി വാരി വെച്ചു. ഇത് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലോട്ട് ഇട്ടിട്ട് 1 കപ്പ്, ഏത് കപ്പിലാണോ എടുത്തത് അത്രയും തന്നെ 1 കപ്പ് വെള്ളം എടുത്തു. നെകയ്ക്ക് ഒഴിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നെകയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കർ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് വെയിറ്റ് ഇട്ടതിന് ശേഷം 3-4 വിസിൽ. നിങ്ങളുടെ കുക്കറിൻ്റെ പ്രഷർ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും വേവുന്നത്. അപ്പോൾ എനിക്കൊരു 4 വിസിൽ വേണ്ടി വന്നു. നന്നായിട്ട് വേവണം, എന്നാലും മാത്രമേ അത് ശരിയാവത്തുള്ളൂ. 4 വിസിലോളം വേണ്ടി വന്നു. എന്നിട്ട് പ്രഷർ നന്നായിട്ട് പോയതിന് ശേഷം, ഇരുന്ന് പോയതിന് ശേഷം മാത്രമേ വെയിറ്റ് തുറക്കാവൂ. ഇനി നമ്മൾ കുക്കർ തുറന്ന് നോക്കുകയാണ്. പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഒരുപാട് കുഴഞ്ഞു പോയിട്ടുമില്ല, എന്നാലും വേകാതെ ഇരിക്കില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറക്റ്റ് പായസത്തിൻ്റെ പരുവം. ഇനി നമ്മളൊരു പാനോ പാത്രമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്കിത്രയും മതി, അത് കാരണം ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നമുക്ക് നെയ്യിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇപ്പം നെയ്പായസമാണ്, അത് കാരണം ആ നെയ്യുടെ ഒരു ഫ്ലേവർ ഇങ്ങനെ നിൽക്കണം. നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ചൂട് നെയ്പായസം ഉണ്ടല്ലോ, അപ്പോൾ ശരിക്കും അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇത് ഗോതമ്പ് നുറുക്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബാക്കി വന്ന നെയ്യിൽ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നെയ്യിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് വേവണം, ഒന്ന് മൂക്കണം. ഒരുപാടൊന്ന് മൂക്കണ്ട, എന്നാൽ ഞാൻ നെയ്യെല്ലാം നുറുക്ക് ഗോതമ്പിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കണം, ഒന്ന് ചൂടാവണം. നെയ്യിൽ കിടന്ന് ഈ നുറുക്ക് ഗോതമ്പൊന്ന് ചൂടായി കിട്ടണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഇതിലേക്ക് നമ്മുടെ ശർക്കര പാനി കാച്ചി വെച്ചിരുന്നത് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ശർക്കര ഇപ്പോൾ തണുത്തിട്ടുണ്ട്, നമ്മൾ പാനി കാച്ചി വെച്ചിരുന്നത്. ഇപ്പോൾ നല്ല കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 പാത്രം, അതായത് നമ്മൾ 250 ഗ്രാം 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതായിരുന്നു. അത് എന്നിട്ട് വറ്റിയിട്ടും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു 1/4 ഭാഗമാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒഴിച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ശർക്കര പാനി കാച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം ഇടയ്ക്ക് നോക്കിക്കൊള്ളണം. അപ്പോൾ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന കറുത്ത ശർക്കരയാണ്. അപ്പോൾ ഇത് നല്ല മധുരമുണ്ട് കേട്ടോ, അതുപോലെ തന്നെ നിറവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കുറച്ചുകൂടി നെയ്യ്, അപ്പം 3ാമത്തെ ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യോളം, അതായത് 250 ml 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽ 250 ഗ്രാം ശർക്കര, അതിൻ്റെ പകുതി ഞാൻ പാനി കാച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിന് 3 ടേബിൾ സ്പൂൺ നെയ്യേ വേണ്ടി വന്നിട്ടുള്ളൂ. ഇനി ഇട്ട് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർന്ന് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഏലക്കയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ നെയ്പായസം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞത് എൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഞാൻ കുറച്ചുകൂടി ശർക്കര പാനി കാച്ചിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്താൻ കുറച്ചുകൂടെ മധുരം വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു കൺസിസ്റ്റൻസി, കാരണം ഇത് ഇനി കുറുകും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടി പാനി കാച്ചിയത് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് കോരി വെച്ചിരുന്നതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ അടിപൊളി കിടുക്കൻ നെയ്പായസം, നുറുക്ക് ഗോതമ്പ് നെയ്പായസം റെഡി ആയി കഴിഞ്ഞു.
ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക.